പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏവർക്കും യൗസേപ്പ് പിതാവിന്റെ ഈ വെള്ളിയാഴ്ചയുടെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചത് വലിയൊരു ദൈവനിയോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. ഒത്തിരി തവണ ഇതുപോലെ ഇവിടെ കുർബാനയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചെങ്കിൽ എനിക്ക് വരാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാൽ മാറിപ്പോയി. അവസാനമാണ് ഈ ദിവസം. ഇത് കർത്താവ് തിരഞ്ഞെടുത്ത ദിവസമാണ്. കാരണം ഇത് യൗസേപ്പ് പിതാവിന്റെ വെള്ളിയാഴ്ചയാണ്. എനിക്ക് യൗസേപ്പ് പിതാവിനെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. ഇത് ദൈവനിയോഗമാണ്. യൗസേപ്പ് പിതാവിനെ ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം, യൗസേപ്പ് പിതാവ് നമ്മൾ മറ്റു വിശുദ്ധരെ പറയുന്നത് പോലെ വലിയ ആർഭാടങ്ങളും തിക്കും തിരക്കും ബഹളവും ലഹളയൊന്നുമില്ല. വളരെ ശാന്തമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു വിശുദ്ധ ജീവിതം. സുവിശേഷങ്ങളിലൂടെ കണ്ണോടിച്ചാൽ ഒരു ഡയലോഗ് പോലും കൊടുക്കാത്ത ഒരു വ്യക്തി. നമ്മളെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സിനിമയ്ക്കൊക്കെ അവസരം കിട്ടുമ്പോൾ ചെറിയ ചെറിയ റോളുകൾ കിട്ടുമ്പോൾ ചോദിക്കില്ലേ, ഡയലോഗ് എന്തോരുണ്ട്? സുവിശേഷത്തിൽ യൗസേപ്പ് പിതാവിന് ഒരു ഡയലോഗും ഇല്ല. വളരെ നിശബ്ദമായിട്ട് കടന്നുപോയ ഒരു വിശുദ്ധൻ. വലിയ സ്ഥാനം, ക്രിസ്തുവിന്റെ വളർത്തു പിതാവ് എന്നുള്ള സ്ഥാനം ലഭിച്ചെങ്കിലും സുവിശേഷങ്ങളിൽ നിശബ്ദനായിട്ട് കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. മറ്റു 2 കാരണങ്ങൾ എനിക്ക് വ്യക്തിപരമാണ്. എൻ്റെ അപ്പച്ചൻ്റെ പേര് ജോസഫ് എന്നാണ്. ജോസേട്ടൻ എന്നൊക്കെ നാട്ടുകാർ വിളിച്ചിരുന്ന എൻ്റെ വീട് ഏനാമാവിലാണ്. എൻ്റെ അമ്മ വീട് വടക്കം പുതുക്കാടാ. അതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലെല്ലാവരും പാവർട്ടിയിലേക്ക് സ്ഥിരമായിട്ട് പോയിരുന്നവരാണ്. അതുകൊണ്ട് അവരെല്ലാവരും ആ പാപ്പൻ തൊട്ട് എല്ലാവരും യൗസേപ്പ് പിതാവിൻ്റെ ഭക്തരാണ്. അതുകൊണ്ടുള്ളൊരു പ്രത്യേകത, എൻ്റെ വീട്ടിൽ ജനിച്ചിട്ടുള്ള എല്ലാ മക്കളും, അതായത് എൻ്റെ മൂത്ത ചേച്ചിമാരും ചേട്ടന്മാരും ഞാനടക്കം എല്ലാവരും ഏനാമാവ് പള്ളിയിൽ മാമോദീസ കഴിഞ്ഞാൽ നേരെ കുട്ടീനെയും കൊണ്ടവർ യൗസേപ്പ് പിതാവിൻ്റെ അടുത്തേക്ക് പാവർട്ടി പള്ളിയിലേക്ക് കൊണ്ടുപോയി യൗസേപ്പ് പിതാവിൻ്റെ തിരുനടയിൽ കാഴ്ചവെച്ചതിന് ശേഷമേ വീട്ടിലേക്ക് കൊണ്ടുവരും. എനിക്ക് ഇരട്ടി മധുരമാണ്. മാമോദീസ കഴിഞ്ഞ് ആദ്യം യൗസേപ്പ് പിതാവിൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നതുപോലെ തന്നെ പട്ടം സ്വീകരിച്ച് ആദ്യം കൊച്ചനായിട്ട് പോയതും ഈ യൗസേപ്പ് പിതാവിൻ്റെ പാവർട്ടി പള്ളിയിലേക്കാണ്. അതുകൊണ്ട് യൗസേപ്പ് പിതാവുമായിട്ട് വ്യക്തിപരമായിട്ട് അഗാധമായൊരു ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ദൈവ നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നത്.
വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ യൗസേ പിതാവിനെ കാണുമ്പോൾ യൗസേ പിതാവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സവിശേഷത അവൻ നീതിമാനായിരുന്നു എന്ന ആ അപദാനം തന്നെയാണ്. മറ്റൊത്തിരി വിശേഷണങ്ങളുടെ ആവശ്യമില്ല. കാരണം നീതിമാൻ എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് പഴയ നിയമത്തില് മോശയുടെ നിയമങ്ങൾ കൃത്യമായിട്ട് അണുവിട വിടാതെ കൃത്യമായിട്ട് പാലിച്ചിരുന്നവൻ എന്നൊരർത്ഥം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തില് നീതിമാൻ എന്ന് പറയുമ്പോൾ സദീഖ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുതിയ നിയമത്തില് വിശുദ്ധൻ എന്ന് പറയുന്നതിൻ്റെ തുല്യമായിട്ടാണ് വയ്ക്കുക. നിങ്ങൾ അപ്പസ്തോല നടപടി ഗ്രന്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പൗലോസ് ലീഹ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് പൗലോസ് ലീഹ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് അപ്പസ്തോല നടപടി പുസ്തകത്തിലാണ്. അവിടെ എസ്തപ്പാനോസിനെ കല്ലെറിയാൻ പോകുമ്പോൾ അവരുടെ ചെരുപ്പും കോട്ടും ഒക്കെ സൂക്ഷിച്ചിരുന്ന സാവൂൾ എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യനെ അവിടെ ബൈബിൾ അവതരിപ്പിക്കുന്നു. എന്തിനാണ് പൗലോസ് ലീഹായെ സാവൂളായിട്ട് സുവിശേഷങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം ആദ്യമായിട്ട് അവൻ അവതരിപ്പിക്കുന്ന രംഗം അവിടെയാ, എസ്തപ്പാനോസിനെ കല്ലെറിയുന്ന സമയത്ത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം? എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവസാന നിമിഷത്തിൽ മുട്ടുകുത്തി അവര് നിയമത്തിന് എതിരെ നിൽക്കുന്നവൻ, യഹൂദ നിയമത്തിനെതിരെ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന നിമിഷത്തിലും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു എസ്തപ്പാനോസിനെ നമ്മൾ കാണും. അവിടെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു, സ്വർഗം തുറക്കുന്ന അനുഭവം അവനുണ്ടായി. സ്വർഗം തുറക്കുന്നത് അവൻ കണ്ടു. പഴയ നിയമത്തില് നീതിമാന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് സ്വർഗം തുറക്കുന്ന അനുഭവം. നീതി നിഷേധി എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നവൻ, അവന് കിട്ടുന്ന സമ്മാനം പഴയ നിയമത്തിൽ നീതിമാന് കിട്ടുന്ന സമ്മാനമാണ്, വിശുദ്ധന് കിട്ടുന്ന സമ്മാനമാണ് സ്വർഗം തുറക്കുന്ന അനുഭവം. പൗലോസിന്റെ ജീവിതത്തില് മാനസാന്തരത്തിന്റെ വിത്തുകൾ ജനിക്കുന്ന ആദ്യ നിമിഷമാണത്. അതുകൊണ്ടാണ് പിന്നീട് മാനസാന്തരത്തിന് ശേഷം പൗലോസ് ലീഹ വിളിച്ചു പറയും, നിയമം കൊണ്ട് ആരും നീതീകരിക്കപ്പെട്ടിട്ടില്ല. നീതീകരിക്കപ്പെട്ടത് പിന്നെ എന്തുകൊണ്ടാ? ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നീതീകരിക്കപ്പെട്ടത്. ആ പറഞ്ഞതിന്റെ അടിവേര് കിടക്കുന്നത് ഈ സംഭവത്തിലാണ്. നീതിമാൻ എന്ന് പറയുമ്പോൾ യൗസേ പിതാവിനെ കുറിച്ച് പുതിയ നിയമത്തിലെ നീതിമാനായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന നീതി വിശുദ്ധിയാണ്. യൗസേ പിതാവിന്റെ നീതിയുടെ പ്രത്യേകത നമുക്കറിയാം. അവൻ മാനുഷികമായിട്ട് ചിന്തിച്ചപ്പോൾ പോലും എന്താണ് ആദ്യം ചെയ്തത്? അവന് മറിയത്തെ ഇഷ്ടമായിരുന്നു. അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിതയാക്കാൻ അവൻ ഇഷ്ടപ്പെടായികയാലും എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഈ കർത്താവിന്റെ കാലഘട്ടത്തില് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അന്ന് മുതൽ അവര് ദമ്പതിമാരായിട്ടാണ് കണക്കാക്കുക. വിവാഹത്തിന് 1 വർഷം മുൻപേ വിവാഹ നിശ്ചയം കഴിയും. അന്ന് മുതൽ ദമ്പതിമാരായിട്ടാണ് അവരെ കണക്കാക്കുക. പത്രം കൊടുത്ത് വേണം വിടുതൽ നേടാൻ. നമ്മൾ ഡൈവോഴ്സ് ഒക്കെ നേടുന്നത് പോലെയാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അങ്ങനെ കണക്കാക്കുന്ന ഒരു സമയത്ത് അവനറിയാതെ അവൾ ഗർഭിണിയായി എന്ന് കേട്ടാൽ യഹൂദ നിയമം അനുസരിച്ച് അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. അവളെ പാപിനിയായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ യൗസേ പിതാവിനുണ്ടാകുന്ന സവിശേഷത, അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ, അവളെ അത്രമധികമായിട്ട് സ്നേഹിക്കാൻ അവന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ? അഗാധമായിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? അവരുടെ
പക്കൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടായി, കുറവുകളുണ്ടായി എന്ന് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ അവർ അത് ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ മാത്രമുള്ള ഒരു ആത്മബന്ധം എൻ്റെ കുടുംബത്തിൽ എനിക്കുണ്ടോ? യൗസേപ്പ് പിതാവ് തിരഞ്ഞെടുക്കുന്ന വഴി സ്വയം ഒളിച്ചോടുക. സ്വയം ഒളിച്ചോടിയാൽ എന്താണ് ഗുണം? അവന്റെ കുറ്റമാണെന്ന് മറ്റുള്ളവരൊക്കെ ചിന്തിച്ചോളും. മറിയത്തെ അവര് വെറുതെ വിടും. തെറ്റാണെങ്കിൽ ഞാനത് ഏറ്റെടുത്തിട്ടുമില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ആ കുറ്റം മുഴുവൻ എൻ്റെ തലയിലിരിക്കട്ടെ, അവൾ സ്വതന്ത്രയായിട്ട് ജീവിക്കട്ടെ. ഈ ഒരു ചിന്ത, ഇത് പുതിയ നിയമത്തിന്റെ നവീനതയാണ്. ക്രിസ്തുവിന്റെ ബലിയുടെ അർത്ഥമാണ്. അത് പഴയ നിയമത്തിലില്ല. പുതിയ നിയമത്തിൽ കൊണ്ടുവരുന്ന യൗസേപ്പ് പിതാവിന്റെ നീതിയുടെ ഒരു നവീനതയാണ്. നമ്മൾ പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുവിന്റെ ബലിയുടെ പ്രത്യേകത നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ പാപഭാരം അവൻ ഏറ്റെടുത്തു. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനും പറയുന്നത് കേൾക്കാനും അതിൽ സന്തോഷിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാ. എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടാൽ അത് 4 പേരോട് പറഞ്ഞ് പരത്താനായിട്ട് ഇഷ്ടപ്പെടുന്നവരാ. യൗസേപ്പ് പിതാവിന്റെ മനോഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളണം. ക്രിസ്തുവിന്റെ മനോഭാവം അതാണ്. മറ്റുള്ളവരെ, അവരുടെ നഗ്നതയെ മറച്ചു പിടിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. സഹോദരൻ എന്ന് പറയുമ്പോൾ, സഹോദരി എന്ന് പറയുമ്പോൾ, അവൻ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചെങ്കിൽ അവനെ ചേർത്ത് പിടിക്കാൻ, മറച്ചു പിടിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ, അവളെ സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അവിടെയാണ് യൗസേപ്പ് പിതാവിന്റെ നീതിബോധം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരിക. യൗസേപ്പ് പിതാവിന് അതിന് സാധിച്ചതിനുള്ളൊരു കാരണം കൂടിയുണ്ട്. യൗസേപ്പ് പിതാവ് ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ട്, ഗാഢമായി ചിന്തിച്ചുകൊണ്ട് നിദ്രയിലേക്ക് പോകുന്നത്. അവിടെയാണ് മാലാഖ അവൻ പ്രത്യക്ഷപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം യൗസേപ്പ് പിതാവിലൂടെയാണ് ശൈശവ വിവരണം കൊണ്ടുപോവുക. 3 പ്രാവശ്യം മാലാഖ പ്രത്യക്ഷപ്പെടും. ഭാര്യയെ സ്വീകരിക്കാൻ, ഈജിപ്തിലേക്ക് പോകാൻ, അവിടെ നിന്ന് തിരിച്ചു വരാൻ. ഓരോ പ്രാവശ്യവും മാലാഖ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പ് പിതാവിന് വഴി കാണിച്ചു കൊടുക്കുന്ന രംഗങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണും. അവൻ ഇതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിദ്രയിലേക്ക് പ്രവേശിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിനെ കത്തോലിക്ക സഭയിൽ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, അതെല്ലാം ഒരു കടലാസിൽ കുറിച്ച് തലയിണയുടെ യൗസേപ്പ് പിതാവിന്റെ രൂപത്തിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ശാന്തമായിട്ട് ഉറങ്ങും. നേരം വെളുക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയിരിക്കും. യൗസേപ്പ് പിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അവന്റെ എല്ലാ തീരുമാനത്തിന്റെയും പിന്നില് പ്രാർത്ഥനയുടെ പിൻബലമുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നുള്ള തീരുമാനം ലഭിക്കാൻ വേണ്ടി അവൻ കാത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ നിശബ്ദനായിട്ട് അവതരിപ്പിച്ചത്. അവൻ നിശബ്ദനാണ് കാരണം അവിടെ കർത്താവ് സംസാരിക്കണം, കർത്താവിന്റെ ഉത്തരം കിട്ടണം. നമ്മളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ, വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ബഹളം കൂട്ടുന്നതിനനുസരിച്ച് ദൈവസ്വരം കേൾക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു. വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക, പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ പറയുക, അവൻ പിറുപിറുക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന ചെറിയ നിമന്ത്രണങ്ങൾ, അത് കേൾക്കണമെങ്കിൽ ഒരു അഗാധമായ നിശബ്ദതയുടെ ആവരണം വേണം. എങ്കിലേ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാം എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ചിന്ത കൊണ്ടോ പരിഹരിക്കേണ്ടതല്ല. അതിനപ്പുറത്ത് അത് ദൈവത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് എൻ്റെ വ്യക്തിത്വം വെട്ടിത്തിളങ്ങുന്നത്. അവിടെയാണ് ഞാൻ
ക്രിസ്തുവിൻ്റെ അനുയായിയാകുന്നത്. അവിടെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിലപാടുകളും, ഓരോ മനോഭാവങ്ങളും, ഓരോ തീരുമാനങ്ങളും, ഓരോ പ്രവൃത്തികളും ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായി മാറുന്നത്. അവിടെ എൻ്റെ ജീവിതം വിശുദ്ധമാകും. യൗസേപ്പിതാവിനെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷങ്ങളിൽ പറയുന്ന മറ്റൊരു വാക്കുണ്ട്. അവൻ തച്ചന്റെ മകനല്ലേ. യേശു സ്വന്തം നാട്ടില് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ, യേശു സ്വന്തം നാട്ടില് ദൈവകൃപയോടുകൂടി സംസാരിച്ചപ്പോൾ, ഇവന് ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്ന്, ഇവനെ നമുക്കറിയില്ലേ, ഇവൻ ആ തച്ചന്റെ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുന്ന സ്വന്തം ദേശക്കാരെ നമ്മൾ സുവിശേഷങ്ങളിൽ കണ്ടുമുട്ടും. നമ്മൾ എന്തുകൊണ്ട് യൗസേപ്പിതാവിൻ്റെ ഭക്തിയിൽ വളരണം എന്നുള്ളതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് അവിടെ തരിക. നമുക്കറിയാം സൗഹൃദങ്ങൾ എങ്ങനെയാ. എൻ്റെ കൂട്ടുകാര്, എൻ്റെ സ്നേഹിതര്, അവർക്ക് ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആളുടെ എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമാണ്. ആളുടെ കൂട്ടുകാരെ എനിക്കിഷ്ടമാണ്. ആളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അവിടെയാണ് ഇഷ്ടം കൂടി കൂടി വരുന്നത്. നമ്മൾ ചിലപ്പോൾ പറയും, എന്തിനാണ് ഈ യൗസേപ്പിതാവിന്റെ അടുത്തേക്ക്, മാതാവിന്റെ അടുത്തേക്കൊക്കെ പോകുന്നത്? എനിക്ക് കർത്താവുമായിട്ട് ഡയറക്റ്റ് ലൈൻ, ഇപ്പൊ എല്ലാം ഹോട്ട് ലൈനല്ലേ, ഓൺലൈനായിട്ട് നേരിട്ട് ഈശോയോട് സംസാരിച്ച പോലെ എന്തിനാ യൗസേപ്പിതാവിനോട് മാതാവിനോടൊക്കെ പറയാൻ പോകുന്നത്? എന്നോട് ഇഷ്ടമുള്ളവർക്ക് എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാത്തിനോടും ഇഷ്ടമുണ്ടാകും. യൗസേപ്പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നവൻ അവൻ ക്രിസ്തുവിനെ സ്നേഹിക്കും. യൗസേപ്പിതാവിനോടും മാതാവിനോടും ഇഷ്ടമില്ലാത്തവന് ക്രിസ്തുവിനോടുള്ള ഇഷ്ടവും കുറഞ്ഞു കുറഞ്ഞു വരും. ഞാൻ അമ്മകാരനാണെന്ന് നിങ്ങളോട് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കള് മറ്റച്ഛന്മാരുണ്ട്. ഞാൻ കുറെ കാലം വിദേശത്തായിരുന്നു. ഞാൻ വിദേശത്തായിരുന്ന കാലത്ത് അവരുടെ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് ഞാൻ വരുന്നത് പോലെയാണ് അവർ ചെല്ലുന്നത്. എൻ്റെ മൂന്ന് ചേച്ചി ഞാൻ പുറത്തുള്ള കാലം മുഴുവൻ വികാരിച്ചുകൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും, നല്ല സാധനങ്ങൾ ഉണ്ടാക്കിയാലും ഉടനെ ഒരു പൊതി വികാരിച്ചുകൊണ്ട് കൊടുക്കും. കാരണം എന്താ? ഒരുത്തനവിടെ വിദേശത്ത് വട്ടക്കറങ്ങി നടക്കുന്നുണ്ട്, അവനുള്ള പങ്ക് വികാരിച്ചിരിക്കട്ടെ. അച്ഛന്മാര് സിസ്റ്റേഴ്സുള്ള കുടുംബങ്ങൾക്ക് അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും സ്നേഹം കൂടും പൊതുവെ. അതിൻ്റെയൊക്കെ കാരണം എന്താ? എനിക്ക് ഇഷ്ടമുള്ളതിനോടൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാകും. ഈശോയോട് എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് മാതാവ് വേണ്ട, യൗസേപ്പിതാവ് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ അപ്പനും അമ്മയെയും ഒത്തിരി ഇഷ്ടപ്പെടുന്നവരെ എനിക്കിഷ്ടമാണ്. അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് കേട്ടാൽ ഞാൻ ആദ്യം അത് നിവർത്തിക്കാനായിട്ട് ഓടും. ഇത് തന്നെയാണ് നമ്മുടെ യൗസേപ്പിതാവിന്റെയും മാതാവിന്റെയും ഭക്തി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈശോ കൂടുതൽ ഇഷ്ടത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭക്തി വളർത്തുന്നത്. ഇനി യൗസേപ്പിതാവിനെ കുറിച്ച് പറയുന്ന തച്ചൻ എന്നുള്ള വാക്ക്, സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കില് തേക്തോൺ എന്നുള്ള വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം വെറും തച്ചൻ എന്നല്ല, ഏതെങ്കിലും ഒരു കലയില് നൈപുണ്യമുള്ളവൻ എന്നാണ്. അത് കല്ലിൽ കൊത്തുന്നവനാകാം, മരത്തിൽ കൊത്തുന്നവനാകാം, അതിന്റെ വിപുലമായ അർത്ഥത്തിൽ കവി പോലും ആകാം. എന്ന് പറഞ്ഞാൽ യൗസേപ്പിതാവ് താൻ ചെയ്യുന്ന ജോലിയിലെ നൈപുണ്യമുള്ളവനായിരുന്നു. അവൻ ഏറ്റവും ഭംഗിയായി, ഏറ്റവും വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചിലപ്പോഴൊക്കെ യൗസേപ്പിതാവിന് താടിമൂടിയൊക്കെ വരച്ച് വളരെ വയസ്സനായി അവതരിപ്പിക്കാറുണ്ട്. ഇത് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു തെറ്റായ ചിന്തയായിരുന്നു എന്ന് പണ്ട്, നിങ്ങളിൽ കുറേ പേരൊക്കെ വയസ്സായവരാണ്, പണ്ട് നമ്മളൊരു ഗൃഹസഖി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം നമ്മുടെ വീടുകളിലുണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അതിൽ യൗസേപ്പിതാവിൻ്റെ വണക്കമാസം വരുന്ന ദിവസങ്ങളിൽ ചൊല്ലുന്ന ചരിത്ര വായനയുടെ ഒരു ഭാഗമുണ്ട്, സംഭവം എന്നൊക്കെ പറഞ്ഞ് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു.
ആദ്യകാലങ്ങളിലെ ഒരു തെറ്റായ ചിന്തയാണ് യൗസേപ്പ് പിതാവിനെ ഒത്തിരി പ്രായമായവനായിട്ട് അവതരിപ്പിച്ചിരുന്നത്. കാരണം അവൻ കന്യാത്വം സൂക്ഷിച്ചവനാണ്, ബ്രഹ്മചാരികളുടെ മധ്യസ്ഥനാണ്, അതുകൊണ്ട് അവന് ഇച്ചിരി പ്രായം ആയിക്കോട്ടെ. നമുക്കറിയാം യൗസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് മാലാഖ വരുന്നതിന് മുമ്പാ. വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു വിവാഹ നിശ്ചയമായിരുന്നു. മാതാവിനെ കുറിച്ച് പാരമ്പര്യം പറയുക, ഏറിയാൽ 16 വയസ്സ് വിവാഹ സമയത്ത്. 16 വയസ്സുള്ള മാതാവിനെ വിവാഹം കഴിക്കുന്ന യൗസേപ്പ് പിതാവിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഒരു 30 വയസ്സിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല അന്നത്തെ പാരമ്പര്യം അനുസരിച്ച്. യൗസേപ്പ് പിതാവിനെ നമ്മൾ നല്ല മരണത്തിന്റെ മധ്യസ്ഥൻ എന്ന് പറയുന്നു. കാരണം എന്താ? നമ്മൾ 12-ാം വയസ്സിൽ ജെറുസലേമിലേക്ക് തീർത്ഥാടനത്തിന് പോകുമ്പോൾ യൗസേപ്പ് പിതാവിനെ കാണുന്നുണ്ട്. അതിനുശേഷം സുവിശേഷങ്ങളിൽ യൗസേപ്പ് പിതാവില്ല. എവിടെ പോയി? കർത്താവിന് വട്ടായിപ്പോയി എന്ന് പറഞ്ഞ് മാതാവും സഹോദരങ്ങളും അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവനെ അന്വേഷിച്ച് പോകുന്നൊരു രംഗമുണ്ട്. അവിടെ മാതാവേ ഉള്ളൂ, യൗസേപ്പ് പിതാവില്ല. കുരിശിൽ മരിച്ച യേശുവിൻ്റെ ശവശരീരം സ്വീകരിക്കാൻ ചെല്ലുന്നത് അരിമത്തിയക്കാരൻ ജോസഫാണ്. അവിടെയും പേര് ജോസഫാണ്, പക്ഷെ അത് അരിമത്തിയക്കാരൻ ജോസഫാ, പിതാവായ യൗസേപ്പ് പിതാവല്ല. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പേ യൗസേപ്പ് പിതാവ് മരിച്ചിരിക്കണം എന്ന് തന്നെയാണ് നിഗമനം. മരപ്പണിക്കാരനായ യൗസേപ്പ് പിതാവ് എന്ന് പറയുന്ന ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥമുണ്ട്, അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ പെട്ടതാ. അതിൽ കൃത്യമായിട്ട് പറയുന്ന കഥ, ഈശോയ്ക്ക് 28 വയസ്സുള്ളപ്പോൾ മാതാവിൻ്റെ ശുശ്രൂഷകളേറ്റ് യേശുവിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് യൗസേപ്പ് പിതാവ് മരിക്കുന്നു. ഈ മയൗ എന്ന് നമ്മൾ പറയില്ലേ, ഈശോ മറിയം യൗസേപ്പെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനായത് അതുകൊണ്ടാണ്. ഈശോയുടെയും മാതാവിൻ്റെയും അരികെ സാന്നിധ്യത്തിൽ അവരുടെ ശുശ്രൂഷകൾ വാങ്ങിക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചവൻ എന്ന് പറയുമ്പോൾ 28ഉം 30ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര വയസ്സ് കിട്ടും? മാക്സിമം 58 വയസ്സുള്ള ഒരു യൗസേപ്പ് പിതാവിനെയാണ് നമുക്ക് ലഭിക്കുക. ഇനി നിങ്ങൾ ഡിസ്കൗണ്ടായിട്ടൊരു 5 വർഷം ഇട്ട് കൊടുത്താലും 63, 65 കയറി പോവില്ല. അപ്പം നിങ്ങൾ ഈ പറയുന്ന വെള്ള നരയും താടിയും 90 വയസ്സും അതിന് മറ്റൊരു കാരണമുണ്ട്. നമ്മൾ ബൈബിളിലേക്ക് പോയി കഴിഞ്ഞാൽ യൗസേപ്പ് പിതാവിൻ്റെ പ്രതീകമാരാ? പൂർവ്വപിതാവായിട്ടുള്ളൊരു യൗസേപ്പ് പിതാവുണ്ടല്ലേ. ഇവരെ രണ്ടുപേരെയും ഒപ്പത്തിനൊപ്പമാണ്, സാദൃശ്യത്തോടു കൂടിയാണ് മത്തായി ശ്ലീഹ അവതരിപ്പിക്കുക. കാരണം രണ്ടുപേരും നീതിമാന്മാരും നിഷ്കളങ്കരുമായിരുന്നു. രണ്ടുപേരുടെയും പേര് യൗസേപ്പ്, യോസഫ് എന്നായിരുന്നു. രണ്ടുപേരുടെയും അപ്പന്മാരുടെ പേര്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, യാക്കോബ് എന്നായിരുന്നു. രണ്ടുപേരും കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്തവരാണ്. രണ്ടുപേരും സ്വപ്നം കണ്ടിരുന്നവരും സ്വപ്നത്തെ വ്യാഖ്യാനിച്ചിരുന്നവരുമാണ്. പൂർവ്വപിതാവായിട്ടുള്ള യൗസേപ്പ് പിതാവിന് 110 വർഷമാണ്. ആ ഒരു ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും യൗസേപ്പ് പിതാവിന് 110, 111 വയസ്സുള്ള ഒരുവനായിട്ട് ചിലപ്പോഴൊക്കെ ചിത്രീകരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, അത് നിങ്ങൾ അറിയാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. തേക്തോൺ എന്നുള്ള പദത്തിന്റെ അർത്ഥം പറഞ്ഞു നൈപുണ്യമുള്ളവൻ. യൗസേപ്പ് പിതാവിന്റെ വ്യക്തിത്വത്തിന്റെ ശോഭ, അവൻ വയസ്സായതുകൊണ്ട് വിരക്തനായതല്ല, ദൈവത്തിന് വേണ്ടി ഉറച്ച തീരുമാനം കൊണ്ട്, ജീവിത വിശുദ്ധി കൊണ്ട് വിശുദ്ധനായി ജീവിച്ചവനാണ്, ബ്രഹ്മചാരിയായിട്ട് ജീവിച്ചവനാണ്. അവനെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിനും വ്യക്തതയുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച കർമ്മങ്ങളോട് 100% ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് 100% വിശ്വസ്തയോടുകൂടി ഞാനത് നിർവഹിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ ഞാൻ നിപുണനാകുന്നു. അവിടെയാണ് യൗസേപ്പ് പിതാവിനെ ഞാൻ അനുകരിക്കുക. അതിൻ്റെ രണ്ടാമത്തെ വശം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. എൻ്റെ കഴിവ് മാത്രമല്ല, ദൈവത്തിൻ്റെ തീരുമാനത്തിന് വേണ്ടി കൂടി കാത്തിരിക്കുന്നവൻ, ശാന്തനായി
സൗമ്യനായി നിശബ്ദതയിൽ ദൈവത്തെ തേടുന്നവൻ, ദൈവത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നവൻ, ദൈവം തന്നിലൂടെ പ്രവർത്തിക്കുവാൻ സ്വയം വിട്ടുകൊടുത്തവൻ. നമ്മുടെ ജീവിതങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മെ തന്നെ സുതാര്യമായിട്ട് വിട്ടുകൊടുക്കുന്ന ജീവിതങ്ങളായിട്ട് തീരട്ടെ. അവിടെ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിനും കൃപകളുടെ സ്രോതസ്സായിട്ട് മാറും. അതിനുള്ള അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഈ തിരുബലി തുടരാം.